ഹലോ ഗൈസ്, വെൽക്കം ടു അദാലി ആൻഡ് കുട്ടൻസ് ചാനൽ. ഇന്നിവിടെ ഞങ്ങൾ പോയിരിക്കുന്നുണ്ടല്ലോ. ഇത് കുറച്ച് ദിവസമായിട്ട് എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. പൂക്കളുടെ ലോകത്തോട്ടാണ്. ഒത്തിരി റീൽസും വീഡിയോസും എല്ലാം കണ്ട് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് എത്തിയ ഒരു സ്ഥലമാണിത്. പക്ഷേ ഇത് ഏതാണെന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്നു. സംഭവം എല്ലാം കാണാൻ വളരെ രസമാണ്. പക്ഷേ ഇതിൻ്റെ ഓരോ റേറ്റും കേട്ടപ്പോൾ എൻ്റെ കണ്ണ് പുറത്തോട്ട് വന്നു. ഞങ്ങൾ ഒരു കുഞ്ഞ് ഐറ്റം പോലും എടുക്കാണ്ട് തിരിച്ചു വന്ന ആദ്യത്തെ ഒരു നഴ്സറി ആയിരിക്കും. സാധാരണ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറുതെടുക്കാനുള്ളൊരു കൊതി തോന്നും. അതുപോലും തോന്നാത്ത രീതിയിലുള്ള റേറ്റാണ് അവർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ പൂക്കളൊക്കെ വാടി തുടങ്ങിയിരുന്നു കേട്ടോ. അത് കുറച്ച് വാടും, പിന്നെ നല്ല രീതിയിൽ വരും. എന്നാലും കുഴപ്പമില്ല, പൂക്കളല്ലേ, നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. നല്ല രസമുണ്ട് കാണാനൊക്കെ. പക്ഷേ ഈ സെയിം പൂക്കൾ, ബൊഗെയിൻവില്ലയുടെ കളക്ഷൻസ് ഞങ്ങൾ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടായിരുന്നു കോതമംഗലത്ത്. ഇതിലും വലുതും ചെറുതുമായ ഐറ്റം നമുക്ക് അഫോർഡബിളായ റേറ്റിൽ കോതമംഗലത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ ആ സാധനം കാണിച്ചു തരാം. ആ ഒരു കുഞ്ഞ് പോട്ടോട് കൂടിയ ഒരു ബൊഗെയിൻവില്ലയ്ക്ക് അവർ ഞങ്ങളോട് പറഞ്ഞത് 6000 റേറ്റാണ്. പിന്നെ കണ്ണെങ്ങനെ പുറത്ത് വരാതിരിക്കും. ഞങ്ങൾ കോതമംഗലത്ത് നിന്ന് ആ സെയിം സാധനം അത്രയും വലുപ്പമുള്ളത് വാങ്ങിയത് ഞങ്ങൾക്ക് വെറും 850 റുപ്പീസാണ് വന്നത്. ആ 850 റുപ്പീസിൻ്റെയാണ് ഇവർ 6000 രൂപ പറഞ്ഞത്. എന്താ, ഒരു കണ്ണിച്ചോരയില്ലാതെ പറയും എന്ന് പറയത്തില്ലേ, അതേ രീതിയിലായിരുന്നു അവിടുത്തെ ഉടമ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ കണ്ട് തൃപ്തി അടഞ്ഞിങ്ങ് പോന്നു. അല്ലാതെ നമുക്ക് അവിടെ പോയി ഒരു പൂ പോലും, ഞങ്ങളുടെ ഒപ്പം കുറേ ആൾക്കാർ വേറെ വന്നിട്ടുണ്ടായിരുന്നു കാണുന്നതിനും വാങ്ങിക്കുന്നതിനൊക്കെ വേണ്ടി. ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോഴും ഈ സെയിം ഡയലോഗാണ് പറഞ്ഞത്. ഇത്രയും റേറ്റോ? ഇവരപ്പോൾ റീൽസിൽ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് എന്താണെന്നുള്ള രീതിയിൽ. പക്ഷേ അവിടുത്തെ കളക്ഷൻസൊക്കെ അടിപൊളിയാട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റി ഉണ്ട്. ക്യാഷ് ഒരു പ്രശ്നമല്ലാത്തവർക്ക് പോയി ധൈര്യമായിട്ട് പോയി വാങ്ങിച്ചിട്ട് വരാം. അല്ലാത്തവർക്ക്, സാധാരണക്കാർക്കൊന്നും അങ്ങോട്ടേക്ക് പോയി ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല. കാരണം വെറുതെ കണ്ടിട്ട് പോരാമെന്നേ ഉള്ളൂ. ഒരു ചെറിയ ചെടി പോലുമില്ല. അവർ പോയി എന്നാണ് പറയുന്നത്, ചെറിയ ചെടിയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചെറിയ ചെടികളുണ്ടായിരുന്നു കാണാം, പോയതുമായിരിക്കാം. പക്ഷേ ഇവർ ഈ റീൽസിൽ പറയുന്ന റേറ്റ്, അഫോർഡബിളായ റേറ്റ് എന്നൊക്കെ പറയുന്നത് വെറും ശുദ്ധമായ നുണയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലത്തെ ഇത്ര ഇതായിട്ട് പറയാത്തത്, പേര് പറയാത്തത് കേട്ടോ. പേര് പറയുമ്പോൾ അവരെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇത് കണ്ട് മനസ്സിലായവർക്ക്, ഈ ഒന്ന് പോയിട്ടുള്ളവരൊക്കെ എന്തായാലും ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും ഇതെവിടെയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ